നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? അപ്പോൾ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതായത് സിമ്പിൾ ആണ്. നമ്മുടെ കീബോർഡ് അദ്ദേഹം അവിടുന്ന് ഒരു BGM പ്ലേ ചെയ്യും. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ പാട്ടങ്ങ് പാടണം. ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം സുദീപേട്ടൻ തന്നെ കൊടുക്കാം അല്ലേ? പാട്ട് ചേട്ടന്റെ ഒരു മേഖല ആയതുകൊണ്ട് അതിൽ തന്നെ ആദ്യം കൊടുക്കാം. അപ്പൊ റെഡി, 1 2 3 മ്യൂസിക്. അകലെ അകലെ നീലാകാശം. വേണ്ടടേ, അത്ര പെട്ടെന്ന് പറഞ്ഞു. അകലെ അകലെ നീലാകാശം അപ്പൊ അതിനൊരു പോയിന്റ് കിട്ടി. മേഘതീർത്ഥം. ഇനി അടുത്തത് ചേച്ചിക്കുള്ള പാട്ടാണ്. സഹായിക്കാൻ പറ്റുമോ? സഹായിക്കാം, നമുക്ക് ഒട്ടും പറ്റില്ലെങ്കിൽ ക്ലൂ ഒക്കെ കൊടുത്ത് സഹായിക്കാം. യെസ്. അതിന്റെ അടുത്ത ഫ്ലൂട്ട് അങ്ങനെ വരും. ദേവാനന്ദ്. അതെ, കരിമിഴിക്കുരു. ആണോ? കാരണം അതിന് മുമ്പത്തെ വരി എല്ലാ വരിയും കൂടെ ശ്രദ്ധിക്കണം. ആനച്ചമയം, ആ പാട്ട്. അതായത് കരിമിഴിക്കുരു. ചേട്ടൻ എന്ത് പറയണു? കരിമിഴിക്കുരു. എന്നാൽ അതല്ല. അല്ലല്ലേ? ബാക്കി പാട്ടത് പ്ലേ ചെയ്യൂ ചേട്ടാ. നമ്മളെല്ലാവരും കുഴപ്പിക്കാനായിട്ട് ഇത് രണ്ടും ഒരേ ജോണൽപ്പെട്ട പാട്ടുകളാണ്. എല്ലാ മലയാളികളും അല്ല, അതിനകത്ത് തെറ്റുപറ്റിയെന്ന് വെച്ചാലേ ഇത് തമിഴ് പാട്ടുകളുണ്ടെന്ന് വിചാരിച്ചില്ല. വിചാരിച്ചാലും എനിക്ക് അറിഞ്ഞൂടാ. വിചാരിച്ചാലും അല്ല, ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെച്ചു. ഇനി അടുത്തത് വീണ്ടും ചേട്ടനുള്ള BGM ആണ്. ഓക്കെ. ആറ്ററമ്പിലെ കൊമ്പില്. ആണോ? ആ, ഓക്കെ. ആറ്ററമ്പിലെ കൊമ്പില്. ആ, പാടുന്നാ. ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതടിയോലവാലി. അപ്പൊ അങ്ങനെ 2 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി വീണ്ടും സോഫിയ ചേച്ചിയുടെ പാട്ട് BGM ഏതാന്ന് നോക്കാം. കണ്ടോ, ഡാൻസ് പഠിച്ചതിന്റെ ഗുണം കണ്ടോ? ഡാൻസ് പഠിച്ചത് ശോഭന കുഴഞ്ഞു വീഴുന്നു. യെസ്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി വീണ്ടും ചേട്ടന്റെ ഇതാണ്. ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റെഡി. മുന്തിരിച്ചുള്ള പെണ്ണയൻ കൽബില് മുത്തിനു പേര് മൊഹബത്ത്. ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മുത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. ഓക്കെ, അപ്പൊ അതും പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി വീണ്ടും ചേച്ചിയുടെ ഊഴമാണ്. നോക്കാം. മുത്തുമണി മുത്തുമണി തൂവൽ തരാം. മുത്തുമണി, അങ്ങനെ ഒരു പാട്ടുണ്ടോ? മുത്തുമണി തൂവൽ തരാം. ഇനി വീണ്ടും ചേട്ടന്റെ ഇതാണ്. എന്താ പറ്റി? തോറ്റുപോയാ? എന്റെ കണ്ണ് ഫലിച്ചു പോയി. ഞാൻ കണ്ണ് വെച്ചതാണ്. സോറി ചേട്ടാ. അല്ല, അതല്ല, അങ്ങനല്ല. ഈ പാട്ട് എനിക്ക് അത്ര പരിചയമുള്ള പാട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടുള്ള ഞാൻ മനസ്സിലായി. ഇത് ഞാൻ ക്ലൂ തരാം. ഇഷ്ടമുള്ള പാട്ടല്ലെന്നല്ല, ചിലപ്പോ നല്ല ഇഷ്ടമുള്ള പാട്ടായിരിക്കും. അത്ര ഒരു ക്ലൂ തരാം. ലാലേട്ടൻ അഭിനയിച്ച ഒരു സിനിമയാണ്. എന്താ പറയാ, ഒരുപാട് കവർ സോങ്സ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പാട്ടിന്റെ ഇതിൽ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി പാട്ട്. എനിക്ക് മനസ്സിലായി. നാടോടി പൂന്തിങ്കൾ. അത് കിട്ടാനായിട്ടുള്ള ഒരു ചെറിയ ഗ്യാപ്പ്. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി
കിട്ടി ഓക്കെ സൂപ്പർ. ബാക്കി അപ്പൊ അത് കുറച്ച് ക്ലൂ കൊടുത്തെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചേച്ചിയുടെ അയ്യോടാ കുറച്ച് പാടാണോ? ഇതൊരു ഒരു പ്രത്യേക ജോണറിലുള്ള പാട്ടാണ്. മനസ്സിലാവില്ല ചേച്ചി, കുറ്റം പറയുന്നില്ല ഞാൻ, ഒരാൾക്കും മനസ്സിലാവില്ല. ചേട്ടൻ മനസ്സിലായോ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ല. കാരണം എന്താണെന്നറിയോ, ഇത് നമുക്ക് അതായത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു സെക്കൻഡ് ബീജി ആണെന്ന് തോന്നുന്നു. അതെ, ജയറാം മേട്ടനും ബിജു മേനോൻ ചേട്ടനൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു സിംഗേഴ്സിന്റെ ഒരു മനസ്സിലായി, പാട്ട് എനിക്ക് മനസ്സിലായി. ആ, അപ്പൊ ഇത് മില്ലേനിയം സ്റ്റാർസിലെ പാട്ടാണ്. അതെ, പറയാൻ ഞാൻ മറന്നു എന്ന് പറഞ്ഞ പാട്ടുണ്ട്, ശ്രാവൺ ഗംഗ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ഇത് ശ്രാവൺ ഗംഗയുടെ ബീജ്. യെസ്, ശ്രാവൺ ഗംഗ. ഓക്കെ, അത് പാട്ട് പാടാൻ പറ്റുമോ? ശ്രാവൺ ഗംഗേ സംഗീത ഗംഗേ താൻ സന്മോളും ഭൈരവി പോലെ മീരാ പ്രഭുവിൻ ബാസുരി പോലെ. അത് ചേച്ചിക്ക് എന്തായാലും നല്ല ടഫ് ആയിരിക്കും, അത് നമുക്ക് അറിയാം. തോപ്പിച്ചത് തന്നെ. എന്നാലും കുഴപ്പമില്ല, വളരെ മനോഹരമായിട്ട് കട്ടയ്ക്ക് നമ്മുടെ സുദീപേണ്ട കൂടെ നിന്ന് ഒരുവിധം എല്ലാത്തിനും ആൻസർ പറഞ്ഞു. എന്നാലും ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുദീപേട്ടനാണ്. താങ്കളുടെ ആ സ്വീറ്റ് സമ്മാനം എടുത്തിട്ട് ഞാനിപ്പോ വരും.